ரெண்டு ரூட் இருக்குன்னு சொல்லலாம். இல்லையா? എന്താ സന്ധ്യയാണോ? എവിടെ? ആ പന്നിയുടെ കുട്ടികളൊക്കെ ഉണ്ടാവും അവിടെ. അത് വരുമ്പോ അവിടെ. ഇവിടെ അല്ല അവിടെ. എന്താ ചെയ്യണ്ടേ? ഏയ് കുത്തുള്ളൂ. ഒരു ഹൈ പറയും. ഒരു ഹൈ പറയും. ഹായ് പറയും. ഇതൊക്കെ പാലക്കാടായതുകൊണ്ട് എനിക്കറിയാവേ. വൈഡാങ്കിൾ ഇട്ടിട്ട് കുട്ടി എവിടേക്കാ മാറി നിൽക്കുന്നേ? ലീഫില് കുങ്കുമവും ഇതും ഉള്ളതൊന്നുമില്ലായിരുന്നു. എടുത്തായിരുന്നോ? ഇവിടെ എല്ലാവരും കസേരയും സംഭവമൊക്കെ ചെയ്യാൻ പറ്റുകയാണ്. ആന്റി സേ ഹായ്. ഹായ്. ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന എന്തേലും പറയാനുണ്ടോ അമ്മ? എന്താ പറയണ്ടേ? കൊച്ചുമോളുടെ എൻഗേജ്മെന്റിനെ പറ്റി 2 വാക്കുകൾ. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പറഞ്ഞ പോരെ? ഓക്കെ 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 സോറി എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. ഇവിടെ താലം ഒക്കെ സെറ്റാണ്. ഇവിടെ വെട്ടം കുറവാണ്. ഹായ് ശ്രീകുട്ടി. ശ്രീകുട്ടി ശ്രീകുട്ടി ബോലെ ശ്രീകുട്ടി. ശ്രീകുട്ടി ബോലെ ശ്രീകുട്ടി. നമുക്ക് സെൽഫി എടുക്കാം. ഒന്നുകൂടെ സ്റ്റാർട്ട് പറയുമ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു പ്രവീണാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് August 25 അല്ലേ? അതെ. ഇന്ന് പ്രവീണയുടെയും ഗിരീഷന്റെയും എൻഗേജ്മെന്റ് ഡേ ആണ്. അങ്ങനെ ഫൈനലി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആരാന്ന്? ഞങ്ങളാണ്. അപ്പൊ ഇപ്പൊ രാവിലെ മോർണിംഗ് 7 o'clock ആയിട്ടുണ്ട്. പ്രവീണ അവിടെ ഒരുങ്ങാണ്. സോറി ഗൈസ്, കരുവന്നു. അയ്യോ ഞങ്ങളിവിടെ വെറുതെ വായി നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. 10 മണിക്കാണ് ഇവിടുത്തെ ഫങ്ഷൻ തുടങ്ങുന്നത്. എല്ലാവരും വരും. വീട്ടുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ താലമൊക്കെ റെഡിയാക്കാണ്. നമുക്കതൊക്കെ കണ്ടിട്ട് വരാം. ബൈ ബൈ. ഇത് അൽക്ക സെബാസ്റ്റ്യൻ. ആദ്യമായിട്ടാണ് പ്രവീണയുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത്. സേ ഹായ്. അവളിതൊക്കെ കാണുമ്പോ പ്രവീണ ഞങ്ങളിതൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഒന്നും എടുത്തില്ല പറയുന്നത്. അതെ, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഇന്നത്തെ വ്ലോഗ് വിജയകരമാക്കും. അതെ അന്നാണ്
നമ്മുടെ ഒരു ആത്മവിശ്വാസം. ഇതാരാ വരുന്നേ നോക്കൂ. വീഡിയോ എടുക്കുന്ന സമയത്ത് അവൻ ട്രൗസർ ആയിരുന്നു. ഇപ്പൊ അവൻ വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞപ്പോ പോയി മുണ്ടുടുത്തിട്ട് വന്നിരിക്കുന്നു. ട്രൗസർ അല്ലേ ഇപ്പത്തെ ഫാഷൻ. അതെന്തെങ്കിലും പറയണം അല്ലേ? നമ്മുടെ കുട്ടറെ ആദ്യത്തെ എൻഗേജ്മെന്റ്, സോറി തെറ്റി കട്ട് ചെയ്ത് നമ്മുടെ വീട്ടില് എൻഗേജ്മെന്റ് ആയിട്ട് അങ്ങനെയല്ലല്ലോ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ അങ്ങനെയല്ലേ പറയാ, മോളിലെ കുടുംബത്തിലെ ആദ്യത്തെ മോളിലെ ആദ്യത്തെ സെക്കൻഡ് ആണോ, കൊറേ നാൾക്ക് ശേഷമുള്ള എൻഗേജ്മെന്റ് ഫംഗ്ഷൻ വീട്ടില്. അങ്ങനെ നമ്മുടെ കുട്ടറ കൊറേ നാൾക്ക് ശേഷമുള്ള ഒരു തെറ്റി എന്നാ ഇംഗ്ലീഷിൽ പറഞ്ഞോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കാത്തിരുന്ന ആദ്യത്തെ ഒരു പരിപാടി വരുന്നല്ലേ, ആദ്യത്തെ വരുന്നല്ലേ. അല്ല, ഞങ്ങള് കൊറേ കാലത്തിന് ശേഷം എല്ലാവരുടെ കുടുംബത്തിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു ഫംഗ്ഷനാണ്, എൻഗേജ്മെന്റ് ആണ് മോളുടെ. അപ്പൊ അത് അടിപൊളിയായിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അടിച്ചു പൊളിക്കും ഞങ്ങൾ. നിങ്ങളുടെ നായിക ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? കുട്ടിയുടെ മുഖത്ത് താജ്മഹൽ പങ്കിടുകയാണ്. എന്താണ് പേര് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ? ശ്രുതിയും നന്ദിയും പ്രവീണയോടൊപ്പം കളിച്ചത്. അതെ, ഞങ്ങൾ ഇൻട്രോ ഒക്കെ എടുത്തിട്ടോ. അത് തന്നെ വെച്ചോണോ, കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി ചെയ്യണോ? അതെ, ഇന്നത്തെ വ്ലോഗ് ഞങ്ങളാണ്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ എടുത്ത് കാണിക്കണോ? അല്ല, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരുങ്ങാം. നനച്ചാർന്നോ? നല്ല ബ്ലെൻഡ് ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന കുറച്ച് മേക്കപ്പ് ഇടുക. അതെ, ഇതന്നെയല്ലേ പെട്ടത്. നാടൻ ലുക്ക്. ഇത് കുറച്ച് ഹെവി ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, പണിയെടുക്കുന്നു. എന്തെങ്കിലും പണിക്ക് കിട്ടുന്നില്ല. അത് ഞാനത് മറന്നു, ഞാന് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചതാ. അല്ല, അവളെന്നെ പറയും എന്തെങ്കിലും പണി. അപ്പൊ നീ ഒറ്റയ്ക്ക് പോകുമ്പോ എന്ത് ചെയ്യും? സൂം ചെയ്ത് എടുക്കുന്നുണ്ടല്ലോ ചേച്ചി. എന്താ പറയൂ. എൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. അവളുടെ എൻഗേജ്മെന്റ് ആണ്. അത് ഗംഭീരമായി നല്ലതുപോലെ നടക്കണം, മംഗളമായി നടക്കണം. സന്തോഷമുണ്ടോ? സന്തോഷം. ഗിരീഷേട്ടനെ പറ്റി പറയൂ.
ഗിരീഷ് നല്ല കുട്ടിയാ. എന്തോ എങ്ങനെ നല്ല കുട്ടിയാ? നല്ല കുട്ടിയാണ്. ഇഷ്ടാണോ? ഇഷ്ടമാണ്. കുഴപ്പമില്ല. കുഴപ്പമില്ല. നിനക്ക് എന്താണ് പ്രവീണനെ പറ്റി പറയാനുള്ളത്? ഒന്നും പറയണ്ട, പറയാതിരിക്കുന്നത് നല്ലത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വലിയ ആളാണ്, വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്. ഗിരീഷേട്ടനെ പറ്റി പാവമാണ്. കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പരിചയമായിട്ടില്ല. കുട്ടിയുടെ എൻഗേജ്മെന്റിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യത്തെ എൻഗേജ്മെന്റ് അതെ, ആദ്യത്തേതാണ്. രണ്ടാമത്തെ ആകുമ്പോഴാണ് എനിക്ക് കമ്പയർ ചെയ്യാൻ എന്തേലും ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ രണ്ടാമത്തേന് കറക്റ്റ് ആയിട്ട് പറയാം എന്തൊക്കെയാണ് വ്യത്യാസം. അവൻ കേക്കണ്ട. മാരേജിന് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ ശരിയാ, നമുക്ക് കല്യാണം ആകുമ്പോഴും നോക്കാം, എന്നിട്ട് പിന്നെ അടുത്ത കല്യാണത്തിന് നമുക്ക് കമ്പയർ ചെയ്യാം. അതിന്റെ ഉള്ളിലായിരുന്നു ഈ ചെയ്യാൻ കണ്ടില്ല. അതാ ഞാൻ ചെയ്തു കഷ്ടപ്പാട്. അതെ, കുട്ടി പാവം. എന്താണ് മുത്തിരുന്ന് പറക്കി കാശ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് മുത്ത് പറിക്കാനാണ് കൊണ്ടുവന്നത്. ഇതിനകത്ത് മാറ്റണോ? കുറച്ച് അസിസ്റ്റന്റ് പണി ചെയ്തു. വെറുതെ ഇരിക്കല്ല, വെറുതെ നിക്കാണ്, ഇരിക്കല്ല. 18 വയസ്സായിട്ടുള്ളൂടി. അതിന് തോന്നി. കുട്ടിക്കോ 22. നമ്മളെ മൂത്ത കിളവികളായി. ഒരു കൊച്ചുണ്ട്, സന്തൂർ മമ്മി. എത്തണോ? അന്നെ അഭിമാനിക്കാൻ അവൾ ഒറ്റ എത്തി മതിട്ടാ. എല്ലാരും ചോദിക്കണം നമ്മള് പറയാം. കടന്നു വരും. സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാരും കാണുന്നത് കൊച്ചിന്റെ ഫോട്ടോ അല്ലേ? എത്ര വയസ്സുണ്ട് കൊച്ചിന്? 2 മാസം കഴിഞ്ഞ 1 വയസ്സാവും. എന്താണ് സോജേ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട്. കുട്ടിക്ക് 5 വയസ്സുള്ള കുട്ടിയുണ്ട്. പോയി ടോർച്ചറുടെ എക്സ്പ്രഷൻ. ഇല്ല, അമ്മമ്മ നിന്ന് തന്നു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ, എന്താ പറയണ്ടേ? അല്ല, എനിക്കറിയാം, അത് എടുത്ത് പോണ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി. ഇല്ല, അമ്മമ്മക്ക് ഇഷ്ടാണ്, അമ്മമ്മക്ക് ഇഷ്ടാണ് സംസാരിക്കാൻ. മറ്റേ ആന്റി ഇല്ലേ, ചിന്നുന്റെ അമ്മ, അവളുടെ ആദ്യത്തെ എൻഗേജ്മെന്റ് ആന്റി ഉദ്ദേശിച്ചത് വീട്ടിലത്തെ അങ്ങനെയാണ് ഉദ്ദേശിച്ചു വന്നത്. അത് രസമുണ്ട്. പിന്നെ ഞാൻ ഓണാക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയത്തില്ല. അത് ഓണാക്കുന്നുണ്ട്, കയ്യിലിങ്ങനെ പിടിക്കണ്ട, അതിലെന്താ കാണണെന്നൊന്നും ആള് നോക്കുന്നില്ല. അപ്പൊ അവസാനം എഡിറ്റ് ചെയ്യുമ്പോ മുഞ്ചുന്ന അവസ്ഥയുള്ള. ഞാൻ ഇന്ന് എന്തെങ്കിലും ഉണ്ടോ നോക്കിട്ട് ഇല്ല, അത്രേ ഉള്ളൂ. ഇതേതാടി ഞങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. We are getting ready for her big day. ഇതൊരു ബിഗ് ഡേ ആണ്. ഓ, നിനക്ക് സ്മോൾ ഡേ. We are getting ready for her small day. സോജെ, ഞാനെങ്കിലും വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് പോലും സോജനെ ടൂക്കാൻ തുടങ്ങിയിട്ട് സോജയ്ക്ക് ഒരു പണിയും കൊടുത്തു. ഇങ്ങോട്ട് ഫ്രീ ആയിട്ടൊരു അസിസ്റ്റന്റിനെ ഞാൻ അവർക്ക് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതെ, കൂടെ വന്ന അസിസ്റ്റന്റ് ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്, വേറെ പണി ചെയ്തിട്ട്. പക്ഷെ ഇതേ നമ്മുടെ സോജയാണ് ഇന്നത്തെ അസിസ്റ്റന്റ്.
ഹലോ ഗായ്സ്. ഹലോ. ഔട്ട്ഫിറ്റ് ചെക്ക്. ഡ്രസ് റെഡി ആയിട്ടില്ല. ഇത് ഓയിൽ തന്നെയാ, പക്ഷേ ഈ പറഞ്ഞ എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇല്ലേ? എന്തൊക്കെ അസഭ്യാണ് സോജ ഈ പറയുന്നേ. കല്യാണം കഴിക്കാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് പറഞ്ഞത് വേറെ ആരുമല്ലതാ ഈ കുട്ടിയാട്ടോ. നിങ്ങൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. വന്നിവിടുത്തെ ഹെൽപ്പറായി പോയി. ഞാൻ ഇവിടെ വെച്ചു. സോജ പുതിയ ഹെൽപ്പറാണ് ഇവിടുത്തെ. അതെ, എനിക്ക് കാശ് തരണം കേട്ടോ. കാശില്ലാതെ എന്നെ പണിയെടുപ്പിക്കുകയാണ് ഗൈസ്. പാവം ഞാൻ. സോജ അത് നിന്റെ ചെവിയിൽ വെച്ച് ഈ സാധനം ചൂടുണ്ട്, അത് നോക്കി പിടിക്കുക. അങ്ങോട്ട് അയ്യോ, അങ്ങോട്ട് കാണിക്കണ്ട, വയറിലാവും. മുഖത്തോട്ട് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. എന്നെയാ ഹായ് പറ ലച്ചു. ഹായ്. വെൽക്കം ടു ആരാ പറ. റൂമിൽ വേറെ പോയിരിക്കുന്നുണ്ടോ? ഞാനിതാ അറ്റത്തെ ഐസ് നീ നിക്ക് നന്നായിട്ടുണ്ട്. നിക്ക് വായിലെല്ലാം വീഴും. എന്താ കാണിക്കുന്നത്? ഞാനിതിന് വീഡിയോ എടുത്തോണ്ടിരിക്കുക. നോക്കണ്ടേ? അപ്പൂനും കിട്ടുന്നുണ്ടായില്ലേ? അടുത്ത് നിൽക്കും. മതി. അതിപ്പോ പോയിട്ട് പോണിച്ചിടാം. மாப்பிள்ள வந்துட்டு இருக்காரு. மாப்பிள்ளையோட ரெண்டாவது தோழன்டா. தொட மாப்பிள்ளடா. இவன் தான் மாப்பிள்ளையோட ரெண்டாவது தோழன். எல்லாம் எடுத்தாச்சா டெம்போல இருந்து? எல்லாரும் ஏதாவது ஒரு கிளைம் பண்ணிட்டே இருங்க. அதெல்லாம் கட் பண்ணி கொஞ்சம் ஃபில்டர் எல்லாம் பண்ணி கொஞ்சம் குண்டு கம்மி. ஆப்பா நைரிட்டு இருக்கோம். படி படி வா வா போலாம். இங்க வாடா. என்னல இன்னும் வெயிட் வேற பண்றாங்க. ஏய் இங்க வாங்க. வெயிட் பண்ணட்டா. ஃபுல் ஃபோக்கஸ் பாலாஜி தான் வாங்கல. சொல்லுங்கடா நீங்க. போங்க. இங்க பையங்க. ஒரு நிமிஷம் பாலாஜி ஏதோ பேச பாலாஜி. நீ பேசு பாலாஜி. நாங்க அன்னைக்கு
முடிக்க முன்னாடி என்ன ஸ்டார்ட் ஆயிருச்சா? ஏரோநாட்டிக்கல்னா கொஞ்சம் திமுரு இருக்க தான் செய்யுது. கீழே போட்டான். இது ஜியா, அதை அவன் பார்த்துக்கிட்டோம். ஜியா நானு ஜி மாதிரியே தெரியல. எப்படி தப்புடா. இரு வாழா திருப்ப ஐயா போதுங்க. அது ஒரு வழியா பாய்ஸ் கீழே வச்சுட்டு கொஞ்சம் பெருசாக்கிருங்க. ஜிக்கு இப்போ இடம் இருக்கு, தனியாக பார்க்குறீங்களா? பாலாஜி வேலை செய்யறான். வேலை செய்யறதா வந்து சொல்லி தொலை. மாப்பிள்ளைக்கு இருக்குது. വിവാഹ നിശ്ചയപത്രിക വായിക്കാൻ പോകാം. പാലക്കാട് ജില്ല പട്ടാമ്പി AVP നമ്പ്യാരുടെയും കഞ്ചിക്കോട് മുട്ടമ്പറമ്പത്തെ വീട്ടിൽ ശ്രീമതി പ്രമീള രവി നമ്പ്യാരുടെയും മകൾ പ്രവീണയും തിരുച്ചിറപ്പള്ളി ശ്രീരംഗം ശ്രീ ശേഷാദ്രി ശ്രീനിവാസിൻ്റെയും ശ്രീമതി സുഭാഷ് ശേഷാദ്രി ശ്രീനിവാസിൻ്റെയും മകൻ നിഗമന്ത് ഗിരീഷ് ശേഷാദ്രിയും തമ്മിലുള്ള വിവാഹം 9:30-നും 10:15-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുവാൻ ഇരു വീട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ വീട്ടിൽ വെച്ച് നിശ്ചയിച്ച് ഉറപ്പിച്ച് അതിനോടനുബന്ധിച്ചുള്ള നിശ്ചയം താമ്പൂലം ഈശ്വര സാക്ഷിയും ഇവിടെ കൂടിയിരിക്കുന്നവരുടെയും മുമ്പാകെ പരസ്പരം കൈമാറും. തുടർന്ന് മോതിരമാറ്റവും നടത്തുന്നതാണ്. ശുഭം. സമ്മതമല്ലേ? സമ്മതമല്ലേ? परब्रह्मणे नमः. श्रीमते लक्ष्मी नरसिंह परब्रह्मणे नमः. नेडुपुरम श्री लक्ष्मी नारायण परब्रह्मणे नमः. श्रीमते लघुमात महादेशाय नमः. श्रीमते आजीवन छोड़ यदींद्र महादेश नमः. श्रीमते लक्ष्मी नरसिंह दिव्य बाधिक श्रीवन छोड़ श्रीवन छोड़ श्री नारायण महेश नमः. श्रीमते श्रीमते रंगनाय यदींद्र देशाय नमः. शुभ मुहूर्त लग्न शुभ मुहूर्त पत्रिकै ஏற்பாடி சுப விவாகம் சுப முகூர்த்தம் குருவாயூர் கோவிலில் நடக்கிறபடியால் தேவரின் தங்கள் சக குடும்ப சகோதராய் எழுந்தருளி என்று சுபமுகூர்த்தை சிறப்பாக நடத்தி கொடுத்து சம்பதிகளை ஆசீர்வதிக்குமாறு பிரார்த்திக்கிறேன். வாசகதோஷம் சந்தவிய வேணும் ஸ்ரீதாசன் நெடுமரம் வெகு குடும்பி ஸ்ரீ கிருஷ்ணமூர்த்தி. அது மாற்றம் അങ്ങനെ
உப்புமா குழந்தை அடி வாங்க போறோம். ரெண்டு பேர் தானே? ரெண்டு பேர் பொறுமையா கொடுங்க பேப்பர். என்ன சொல்றா கேட்டு ஹரீஷ் கீழே கீழே கண்டு பேரும் சேர்த்து வாங்க. அப்படியே பாருங்க. ஜி அம்மா மறைக்கிறீங்க லைட் இவட நோக்கு இவட நோக்கு. ஆரம்பிச்சிட்டீங்க பாருங்க. ஆரம்பிச்சிட்டீங்க கல்யாணத்துக்குள்ள என்ன கத்து ஜி தான். இன்னொரு போட்டோ இருக்கு. இதான் கரெக்ட். ஆண்டி இல்லையா? ആരെങ്കിലും ഒരാളുണ്ടാവില്ലേ? ആരാച്ച ഒരാളിരിക്കും മതി. സിസ്റ്റേഴ്സ് മാതിരി കസിൻ സിസ്റ്റർ ആര് ഇവിടുന്ന് ലൈറ്റിംഗ് കൊള്ളാം. ஆண்டி பாருங்க ஆண்டி. கிரீஷ் பாட்டு கிரீஷ் இங்க பாரு. சபைக்கு வணக்கம். சபைக்கு வணக்கம் காட்டுறா. டேய் வணக்கம். வெயிட் 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 வெயிட். போட்டோ எடு போட்டோ. பாத்துங்க ഇവിടുന്നും കിട്ടില്ല. ഇപ്പൊ വയടങ്ങൾ അവിടെ പോയിട്ടൊന്നും ഒന്ന് മാറി അത് മാറാൻ പറ്റില്ല. അത് ശരി നമ്മളെടുക്കவே முடியலையே. ஒன்னே குறா டேய் கிரீஷ் 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 ஒரே பாரு கிரீஷ். இங்க வச்சு 50 மணி வச்சு தட்டினா என்ன ஆயிருக்கும்? ஒண்ணு எடுக்கும். அது ஈடி வந்து அடிப்பே தான். ஒண்ணு வெக்கப்படுது பாப்பா. ஒண்ணோட அடுத்து மாப்பிளைக்கு பாருங்க. மாப்பிளைக்கு இனிமே வரும். வெயிட் பண்ணுங்க.
ஆளு பாட்டு பண்ணோம்ல கடைசியில் வாங்க சந்தனம் மஞ்சள் சின்னது சந்தனம் அது இருக்கு மஞ்சள் அது போட வச்சுட்டு நிச்சயதார்த்தமே vlog மாதிரி போயிடும். இன்ஸ்டாகிராம்ல வந்து போட்டோ பாத்துங்கடா. எல்லாமே பொண்ணு ஃபோக்கஸ் மாப்பிள்ளை ஃபோக்கஸ் பண்ணுமா நான் உட்காந்து ஈஸியா அவனே கேட்டான் அவங்களே மாட்டிக்கிறாங்க 3:4 தான் எடுக்க முடியும். வீடியோ வந்து 16:9 எடுக்காத 3:4 எனக்கு இல்லை. இங்க வரா கிரீஷ் இங்க வா புடிடா ஐயா வச்சுக்கோங்க நீங்களே வைங்க அத கேண்டிடேட்டா எடுக்கணும்டா இவங்கெல்லாம் இறங்கலாம்ல வாழ்த்துக்கலாம் பாட்டு சொல்லிட்டா எல்லாம் கேட்கும் நடக்கி வசங்க கை கூப்பிடா பாட்டி கை கூப்பிடா பாரு மாநாட்டில் இருக்கீங்க ஜி அதான் வணக்கம் எடப்பாடி மாதிரி காட்டும் அம்மா நீ அது ரெண்டு ஹரிஷ் வா கூட்டு போ கிரீஷ் கீழே பார்த்துக்கோ. கையில கொடுத்துட்டியா ஏதோ போட சொல்றாங்க இன்னும் கொஞ்சம் போட சொல்றேன் வீடியோக்கு ஆண்டி இங்க பாருங்க ஆண்டி அப்படி போயிட்டு போட்டுருங்க அவங்கள அந்த சைடு போட விட்டு நீங்க போடுங்க ஜி ஏய் நீ தல்றா தெரியவே மாட்டேங்கிறாரு பாரு யாரா பாருங்களேன் கிரீஷ் அப்படி பாருங்க ரெடி கிரீஷ் நீ பாரு சிரிக்காத மாம்பழம் கண்ணாடிங்கப்பா அதை வாங்கி கரெக்டாக போடுறான் நீ போட்டால் தான் கரெக்டாக மாறும் விளக்குடா இதுக்கு போய் நிற்கும் பாருங்க ரெடி ஜி போங்க ஜி ஃப்ரேம் கையா இருக்கா ஆண்டி ஜி இங்க பாரு ரெடி ഞാൻ പറയാം എന്തിനാ എടുക്കണേ വെറുതെ ആ ചേച്ചി കുറിച്ച് പറ 10 ഇഷ്ടമാണോ ഇത് കഴിഞ്ഞാൽ അമ്മ ചേച്ചി പോണ്ടാ പറയാമോ
ഗിരിശേട്ടാ ചിരിക്ക്. എടുക്ക വേണോ? அது வரதா கையில் பர்மிஷன் எதுக்கு அழிக்கிறதுக்கா? அதான் ப்ரமோஷன் எல்லாம் இல்லை, நானே அப்படியே இது பண்ணிடுறேன். மறுபடியும் இது 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 வேற வேற நீங்க மறுபடியுமா ஓ அப்ப இருக்க கூடாதா? ആൽക്കടുത്ത് വിളമ്പാൻ പറ. ആൽക്കേ വിളമ്പൂ. ரொம்ப நேரம் அங்கே நின்னீங்கல்ல, இப்போ நீங்கள் அங்கே நின்று மாற்றி மாற்றி வளைச்சி வளைச்சி எடுத்தீங்களே, அதான் இப்போ நான் எடுக்கிறேன். இப்போ ഇരിക്കുന്നേ ഉള്ളൂ എല്ലാം കഴിഞ്ഞിട്ട്. നീ ഇങ്ങോട്ട് വന്നാ ടിഷ്യൂ അത് കുടിച്ചോ. ഞാൻ പറ ഹലോ കഷ്ടം. എടാ ഒന്ന് മാറ്റാം. ഒരു മിനിറ്റ് പോസ് കൊടുത്തിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള പോസ് മതിയാ? എടാ ഇങ്ങോട്ട് വേണം. சாப்பிடுங்க. கஷ்டம் தெரியணும்ல உங்களுக்கும். போயிட்டு சாப்பிடுங்க ஜி. இது 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 போயிட்டு அவங்க எப்போ சொன்னாங்க என்ன பண்ற? நீங்க எங்க வர்க் பண்றீங்க? கேக்கல டிசைன் சென்னையா? சிவில். ക്യാമറ ചാവാറായി. എന്തേലും ഒന്ന് പറയൂ. പറയാ പറഞ്ഞോ.